മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇപ്രകാരം അടിയങ്ങൾക്ക് കർത്താവെ അനേക ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ എൻ്റെ കർത്താവ് സഹായിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അനേക ആഴ്ചകളായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധിപ്പാൻ സാധിക്കാതെ അടിയങ്ങൾ ഭാരപ്പെടുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വലിയ കൃപ ഇന്നുവരെയും നടത്തിയതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ലോകമെമ്പാടും വരുന്ന അടിയങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. എല്ലാ മാനവും മഹത്വവും കർത്താവ് കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഏറ്റവും മനോഹരമായ ഒരു ശബദിന്റെ പ്രഭാതം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. കഴിഞ്ഞ പല ആഴ്ചകളായി നമുക്ക് ഏവർക്കും ആലയത്തിൽ കടന്നു വരുവാൻ സാധിക്കാത്ത അനുഭവത്തിലാണ് എന്ന് വരികിലും വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ വലിയ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഒരിക്കൽ കൂടെ ഈ സെക്ഷനെ കർത്താവായ ദൈവം അത്ഭുതകരമായിട്ട് പരിപാലിച്ചു. ആയതുകൊണ്ട് തന്നെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇപ്രകാരം വലിയൊരു അവസരം പരിശുദ്ധനായ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. 95-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 95-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. നമ്മെ ഉണ്ടാക്കിയവനായ, നമ്മെ സൃഷ്ടിച്ചവനായ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഒരുമിച്ച് വീണ്ടും സൃഷ്ടിപ്പിന്റെ സ്മാരകമായ ശബത്ത് ദിവസം ദൈവം നൽകിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഇപ്രകാരം ദൈവത്തെ ആരാധിക്കുവാൻ പരിശുദ്ധനായ കർത്താവ് നമ്മുടെ ഭവനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും അധികമായിട്ട് ശക്തീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആരാധന ശുശ്രൂഷയുടെ തുടർച്ചയായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് സ്തുതിഗീതം പാടുക. നാം പാഠ്യപുസ്തകത്തിലെ 50-ാമത്തെ പാട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് ഒരുമിച്ച് ആലപിക്കാം. സ്തുതിഗീതം പാടുക നാം, നമ്മുടെ പാഠ്യപുസ്തകത്തിലെ 50-ാമത്തെ പാട്ട്. ജയ
വായനയ്ക്കായി ഞാൻ പ്രിയപ്പെട്ട ജോണി ബെഞ്ചമിൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വായനയ്ക്കായിരിക്കുന്ന ഭാഗം സങ്കീർത്തനം 41 അധ്യായം. സങ്കീർത്തനം 41 അധ്യായം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശൈലിയിൽ താങ്ങുന്നു. ജീവിതത്തിൽ നീ അവന്റെ കിടക്ക എല്ലാം മാറ്റി വിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്ത എന്ന് ഞാൻ പറഞ്ഞു. അവൻ എപ്പോൾ മരിച്ചു? അവന്റെ പേര് നശിക്കും എന്ന് എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണണം വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. എന്നെ ഭയക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു. അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പത്തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ തുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവയെ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കേണ്ടതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നിഷ്കൃതം നിമിത്തം എന്നെ താങ്ങുന്നു. നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം രാജ്യം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ ഇപ്രകാരം ഈ പ്രയാസങ്ങളിലായിരിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അനേക ആയിരങ്ങൾ നാം നമ്മുടെ ഭവനങ്ങളിൽ സുരക്ഷിതരായിരിക്കുമ്പോൾ തന്നെയും ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് പ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനേകർ അവരുടെ ജീവനെ പണയം വെച്ച് സമൂഹങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വളരെ പ്രശംസനീയമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായ കേരള ഗവൺമെന്റ്, കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാർ, ആരോഗ്യമന്ത്രി, അങ്ങനെ തുടങ്ങി സർവരെയും നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഭവനങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഓർത്ത് അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഏവർക്കും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകത്ത് പല രാജ്യങ്ങളിൽ നമ്മുടെ സഭയിലെ വിശ്വാസികൾ ഭാരപ്പെടുന്നുണ്ട്. UK-യിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ നമ്മുടെ സഭയിലെ അനേക വിശ്വാസികൾ ഈ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. അവരെയൊക്കെയും നമുക്ക് ഓർത്ത് നമ്മുടെ ഭവനങ്ങളിൽ ഈ സമയത്ത് ഏകാഗ്രതയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രതിസന്ധിയുടെയും പോരാട്ടത്തിന്റെയും നാളുകളിൽ യഹോവയായ ദൈവം ഞങ്ങൾക്ക് തുണയായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പ്രിയ പിതാവേ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ഞങ്ങളോട് ഇത്രത്തോളം അടുത്തിരിക്കുന്ന അവിടുത്തെ നാമത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന പ്രിയ പിതാവേ, 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും നിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന വാഗ്ദത്തം ഞങ്ങൾക്ക് വലിയ ബലമായിരിക്കാൻ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന പ്രിയ പിതാവേ. പ്രത്യേകിച്ച് കേരളത്തിലെ ഓരോ പ്രിയപ്പെട്ട സഭാവിശ്വാസികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏകദേശം 1 മാസക്കാലത്തിലധികമായി ആലയത്തിൽ കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ആരാധിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടവരുത്തിയിരിക്കുന്നു. പല വിശ്വാസികളും പരസ്പരം കണ്ടിട്ട് തന്നെ നാളുകൾ ഏറെയായി. എങ്കിലും ഇപ്രകാരം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദൈവത്തിന്റെ ജനത്തിനെ കാണുവാൻ, ഈ ശുശ്രൂഷകൾ കർത്താവെ വീക്ഷിക്കുവാൻ, ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ അവിടെ നൽകിയിരിക്കുന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പ്രിയ പിതാവേ, സ്തോത്രം. തുടർന്നും അവിടുത്തെ കുഞ്ഞുങ്ങളെ അവിടുന്ന് പരിപാലിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ബാധയും നിന്റെ കൂടാരത്തിന്മേൽ അടുക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിക്കുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള സെവന്തിസ്റ്റുകാരായ അവിടുത്തെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം അവരെ തൃക്കൺ പാർക്കണമേ. UK-യിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും അനേക കർത്താവെ ഞങ്ങളുടെ സഭാവിശ്വാസികൾ ഈ രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. അനേകർ ഈ രോഗത്തിന്റെ ഭീതിയിൽ അകപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ കരുണയാൽ അവരെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുത്തെ തൂവലുകൾ കൊണ്ട് അവരെ മറച്ച് ഈ
പ്രതിസന്ധിയുടെ നാളുകളിൽ അവരെ സൂക്ഷിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കേരളത്തെ അനേക ലോകരാജ്യങ്ങൾ ഇന്ന് മാതൃകയാക്കുന്നുണ്ട്. ഈ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് അനേക ലോകരാജ്യങ്ങൾ കേരളത്തെ സ്തുതിക്കുന്നുണ്ട്. അതിനൊക്കെയും കാരണക്കാരായ ഗവൺമെന്റിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെയും കർത്താവെ, അതിന്റെ മുഖ്യമന്ത്രിയെയും അതിന്റെ മന്ത്രിമാരെയും ബാക്കിയുള്ളതായ സർവ്വ ഡോക്ടർമാരെയും ആരോഗ്യ മേഖലകളെയും സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ പരിജ്ഞാനം, അവർക്ക് ആവശ്യമായ ദൈവകൃപ, അവർക്ക് ആവശ്യമായ ദൈവിക ശക്തി ദിനത്തോറും അവിടുന്ന് നൽകി ഈ മഹാമാരിയെ കർത്താവെ പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ ആവശ്യമായ എല്ലാ കൃപകളും അവിടുന്ന് അവർക്ക് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, എല്ലാ നന്മകളാലും ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഇതാ കർത്താവെ കടന്നു പോകുന്നു. അവിടുത്തെ വചനത്താൽ കർത്താവെ പ്രിയദാസനെ നിറയ്ക്കണമേ. ദൈവശക്തിയിൽ കർത്താവെ നിറവോടെ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശുശ്രൂഷിക്കുവാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ ഏകാഗ്രമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നും ഓർത്ത് കർത്താവെ ഞങ്ങളുടെ ഹൃദയം വ്യാകുലപ്പെടാതെ ഇന്നത്തെ വചനത്തിന് വേണ്ടി കാതോർക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, അവിടുന്ന് കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്നും കേരളത്തിലെയും ലോകത്തെമ്പാടുമുള്ളതായ നമ്മുടെ പ്രിയപ്പെട്ട സഭാവിശ്വാസികളെ, ഈ രോഗത്താൽ ഭാരപ്പെടുന്ന മറ്റിതര എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നാം തുടർന്നും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയാണ് ലോകത്തുള്ളതായ മറ്റു പ്രിയപ്പെട്ടവർക്ക് വലിയ ശക്തി. നാം ഇന്ന് കേരളത്തിൽ സുരക്ഷിതരായി ഇരിക്കുന്നുവെങ്കിൽ അനേകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആയതിനാൽ നാം സുരക്ഷിതരായിരിക്കുന്നത് കൊണ്ട് തന്നെ സുരക്ഷിതരല്ലാത്ത അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും അധികമായി സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വചന ശുശ്രൂഷയ്ക്ക് മുൻപായി നമുക്കൊരു പ്രത്യേക ഗാനം കേൾക്കുവാൻ തക്കവണ്ണം അവസരമുണ്ട്. ആ ഗാനത്തിന്റെ ആലാപനത്തിനു വേണ്ടി ഞാൻ പ്രിയപ്പെട്ട സഹോദരി എമിലിയെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരി എമിലി സാറ ജോർജിൽ നിന്നും നമുക്ക് ഈ സമയത്ത് ഒരു
മനോഹരമായ ഗാനം ആലപിച്ച പ്രിയപ്പെട്ട സഹോദരി എമിലിക്ക് പ്രത്യേകമായി നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ടവളെയും കുടുംബത്തെയും ഈ ശുശ്രൂഷയെയും ദൈവം അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ സമയത്ത് ദൈവത്തിന്റെ വചന ധ്യാനത്തിലേക്ക് നാം ഏവരും പ്രത്യാശയോടെ, സമർപ്പണത്തോടെ, ഏകാഗ്രതയോടെ പ്രവേശിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പാസ്റ്റർ ജോയ് മോഹൻ മത്തായി അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല. കേരളത്തിലെ എല്ലാ പ്രിയപ്പെട്ട സഭയിലെ വിശ്വാസികൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ തന്നെ അദ്ദേഹം വളരെയധികം പരിചിതനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് വചന ശുശ്രൂഷയിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷ ഈ മഹാമാരിയിൽ അകപ്പെട്ട് പ്രയാസങ്ങളിലും പ്രതിസന്ധിയിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയൊരു ആശ്വാസമായി തീരട്ടെ, വലിയൊരു നന്മയായി തീരട്ടെ, ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ഈ സമയത്ത് പ്രിയപ്പെട്ട പാസ്റ്റർ ജോയ് മോഹൻ മത്തായി അവറുകളെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൽ ഇപ്രകാരം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആഴ്ചകളായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ ആരാധിപ്പാൻ അവസരമില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഒരുമിച്ച് കാണുവാനും ദൈവവചനം പങ്കുവയ്ക്കുവാനും ആരാധിക്കുവാനും ഒക്കെ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ നല്ല വിശുദ്ധ ദിവസത്തിൽ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും തങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാം വളരെ ഭീതിയുടെയും സംഭ്രമത്തിൻ്റെതുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ ജീവിക്കുന്നത്. മനുഷ്യർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രതികൂലത്തിന്റെ നടുവിൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന, നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലത്തിൽ കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ആ കർത്താവിന്റെ വചനത്തിന് ഈ വിശുദ്ധ ദിവസം നമ്മോട് എന്താണ് പറയാനുള്ളത് എന്നതിനായിട്ട് നമുക്ക് കാതോർക്കാം. എല്ലാവരെയും തിരുവചന ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം അതിന്റെ 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് സ്തോത്രം. അടിയങ്ങൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഒരുമിച്ച് ധ്യാനിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ഉയരത്തിൽ നിന്നുള്ള വലിയ ശക്തി അടിയങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയാൽ അടിയങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. കർത്താവേ, മാനുഷിക ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചന തന്നെ അടിയങ്ങളെ കേൾപ്പിക്കണമേ. വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വചന ശുശ്രൂഷിക്കുന്ന അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിൽ ശരിയായ ആലോചന നൽകി മാനിക്കണമേ. മാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ തിരുമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലേക്ക് വരാം. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിന് എന്താണ് തിരുവചനത്തിലൂടെ നമ്മോട് പറയാനായിട്ടുള്ളത്? നാം കൊറോണ എന്ന മാരക വിപത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും മനുഷ്യൻ കുഴങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മോട് എന്താണ് പറയാനായിട്ടുള്ളത്? മനുഷ്യന് പറയാനുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന് നമ്മോട് ചില കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവവചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. കൊറോണ വൈറസ് മൂലമുള്ള പകർച്ചവ്യാധിയാൽ സകല രാഷ്ട്രങ്ങളും നിരാശയിലും ഭാരത്തിലും കഴിയുന്ന കാലഘട്ടമാണല്ലോ ഈ കാലഘട്ടം. എല്ലാ കാലഘട്ടങ്ങളിലും
പകർച്ചവ്യാധികൾ മനുഷ്യന് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ അവയൊക്കെ ചില രാജ്യങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു പതിവ്. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം ലോകത്തെ ആകമാനം ഇപ്രകാരമുള്ള ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവം ഇതാദ്യമായിട്ടാണ്. ഇപ്പൊ മനുഷ്യർ ഭയത്തോടും നിരാശയോടും കഴിയുന്ന കാലഘട്ടം. ഈ ലോകത്തെ മുഴുവൻ ചുട്ടുകരിച്ച് ചാമ്പലാക്കുവാൻ പോകുന്ന അണുവായുധങ്ങൾ തങ്ങളുടെ ആയുധപ്പുരകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന മനുഷ്യർ, ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിപ്പാൻ കഴിവുള്ള മിസൈലുകളും നൂറുകണക്കിന് വിമാനങ്ങളെ വഹിപ്പാൻ ശേഷിയുള്ള പടക്കപ്പലുകളും സ്വന്തമായിട്ടുള്ള മനുഷ്യർ, ആണവ അന്തർവാഹിനികളും ആണവ പോർമുനകളും കൈവശമുള്ള മനുഷ്യർ കൊറോണ എന്ന ഈ വൈറസിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പറയട്ടെ, നമ്മെ രക്ഷിക്കുവാൻ മനുഷ്യന്റെ ആയുധങ്ങൾക്കോ മനുഷ്യന്റെ യാതൊന്നിനും കഴിയത്തില്ല. നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രമാണ്. അത് നമ്മുടെ നസ്രയനായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ യേശു കർത്താവിന് നമ്മോട് എന്താണ് പറയാനായിട്ടുള്ളത്? യേശു കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നാം ദൈവത്തിന്റെ പ്രമാണങ്ങളെ കൃത്യമായിട്ട് അനുസരിച്ചാൽ ദൈവം നമ്മെ സൗഖ്യമാക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. അപ്പൊ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന മാരക വിപത്തുകൾക്കുള്ള കാരണം എന്താണ്? അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ്? ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ വല്ലതുമുണ്ടോ? ഇതൊക്കെ നമുക്ക് ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഈ വിശുദ്ധ ദിവസത്തില് നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിക്കാം. കൊറോണയ്ക്കുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്രം പറയും കൊറോണ എന്ന വൈറസ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ കൊറോണ ഉൾപ്പെടെയുള്ള സകല വൈറസുകളെയും ദൃശ്യവും അദൃശ്യവുമായ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം തന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലൂടെ ഈ മഹാവ്യാധിക്കുള്ള അതിപ്രധാനമായിട്ടുള്ള 2 കാരണങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തിരുവചനത്തിന് കൃത്യമായ ഉത്തരം എല്ലാ ചോദ്യങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കും. നമ്മുടെ മുന്നിൽ കൊറോണ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ആ പ്രശ്നത്തിന് ഉത്തരം നമുക്ക് നൽകുന്നു. അതിപ്രധാനമായിട്ടുള്ള 2 കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാരണം നമുക്ക് പരിശോധിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 58 മുതൽ 61 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 58 മുതൽ 61 വരെയുള്ള വേദഭാഗത്ത് ഈ പകർച്ചവ്യാധിക്കുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ആ ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും കേട്ടനുസരിച്ചു നടക്കാൻ ഞാൻ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിസ്രയീമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും. അവൻ നിന്നെ പറ്റിപ്പിടിക്കും. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗങ്ങളും ബാധയും കൂടെ നീ നശിക്കും വരെ അവൻ നിന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ തിരുവചനത്തിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നാം ദൈവമായ യഹോവയുടെ മഹത്തായ നാമത്തെ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും കേട്ടനുസരിച്ച് നടക്കാൻ ഞാൻ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളെ വരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മോട് പറയും. അപ്പൊ എന്ത് മനസ്സിലായി? കൊറോണ പോലെയുള്ള മാരക വിപത്തുകൾക്ക് പിന്നിലുള്ള അതിപ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാരണം വേദപുസ്തകം പറയുന്നു, ദൈവ കൽപ്പനകളുടെ ലംഘനമാണ്
ഈ വിപത്തിന്റെ അതിപ്രധാനമായിട്ടുള്ള കാരണം. മനുഷ്യൻ ദൈവകൽപ്പനകൾക്ക് പുറംതിരിഞ്ഞു നിന്നാൽ അതവനെ പല രോഗങ്ങളിലേക്ക് നയിക്കുമെന്ന വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, മനുഷ്യന്റെ പാപത്തിനും അതിന്റെ അനന്തരഫലമായ രോഗത്തിനും ഒക്കെയുള്ള മൂല കാരണം ദൈവകൽപ്പനകളോടുള്ള അനുസരണക്കേടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം തന്റെ ന്യായപ്രമാണം തന്റെ ജനത്തിന് നൽകിയപ്പോൾ വളരെ സുപ്രധാനമായ ഒരു കാര്യം ദൈവം തന്റെ ജനത്തോട് പറഞ്ഞു. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വേദഭാഗമാണ്. ആവർത്തന പുസ്തകം അതിന്റെ 11-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വേദഭാഗത്തിന് തന്റെ ന്യായപ്രമാണത്തെ ജനത്തിന് കൊടുത്തപ്പോൾ ദൈവം വ്യക്തമായിട്ടൊരു കാര്യം തന്റെ ജനത്തോട് ഇപ്രകാരം പറഞ്ഞു: ഇതാ, ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നു എങ്കിൽ ശാപവും വരും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ദൈവം വളരെ വ്യക്തമായിട്ട് ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവിക കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ചാൽ അനുഗ്രഹവും, അതനുസരിക്കാതിരുന്നാൽ ശാപവും ഉണ്ടാകും. അപ്പൊ ആ ശാപങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ധാരാളം രോഗങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നാം തിരുവചനം പഠിക്കുമ്പോൾ ദൈവകൽപ്പന അനുസരിക്കാത്തവരുടെ മേൽ വരുന്ന ശാപങ്ങളെ കുറിച്ച് തിരുവചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ആ ശാപങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം രോഗങ്ങൾ ഉള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം പരിശോധിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 21, 22 വാക്യങ്ങൾ. ആവർത്തനം 28 അതിന്റെ 21, 22 വാക്യങ്ങൾ. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷമഞ്ഞ് എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. നീ നശിക്കും വരെ അവൻ നിന്നെ പിന്തുടരും. അപ്പൊ നോക്കിയ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കാത്ത ജനത്തിന്റെ മേൽ വരുന്ന ദൈവിക ശാപങ്ങളും അവയിൽ മുഖാന്തരമുള്ള രോഗങ്ങളുമാണ് ഇവിടെ വിവരിച്ചു കേട്ടത്. യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ക്ഷയരോഗം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകത്, വിഷമഞ്ഞ്, ഇതൊക്കെ ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവവചനത്തോടുള്ള കൂറില്ലായ്മ, ദൈവവചനത്തോടുള്ള അനുസരണമില്ലായ്മ, അത് മനുഷ്യനെ എത്രമാത്രം ശാപത്തിലേക്ക് നയിക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന് 27 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ. ആവർത്തനം 28 അതിന് 27 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവ നിന്നെ മിസ്രയീമിലെ പരിക്കൽ, ചൊറി, ചിരങ്ങ്, മൂലവ്യാധി എന്നിവയാൽ ബാധിക്കും. അവ സൗഖ്യമാകുകയുമില്ല. ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ നീ ഉച്ച സമയത്ത് തപ്പി നടക്കും. നീ എപ്പോഴും പീഡിതനും അപഹാരഗതനുമായിരിക്കും. ഇവിടെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാത്തവരുടെ മേൽ. ആവർത്തന പുസ്തകം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അതിന് 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളില് ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളും അതിന്റെ 15 മുതൽ 68 വരെയുള്ള വേദഭാഗങ്ങളില് അതനുസരിക്കാത്തവർക്കുള്ള ശാപവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ശാപങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം രോഗങ്ങളുണ്ട്. അതാണ് നമ്മളോട് വായിച്ചു കേട്ടത്. യഹോവ നിന്നെ മിസ്രയീമിലെ പരിക്കൻ, ചൊറി, ചിരങ്ങ്, മൂലവ്യാധി എന്നിവയാൽ ബാധിക്കും. ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം നാം ഒരിക്കലും രോഗങ്ങളാൽ കഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും പകർച്ചവ്യാധിയാൽ നാം കഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനത്തോടുള്ള കൂറില്ലായ്മ, ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങളോടുള്ള കൂറില്ലായ്മ, ദൈവത്തിന്റെ 10 കൽപ്പനകളെ അനുസരിക്കുവാൻ മനസ്സില്ലായ്മ മനുഷ്യനെ ഇത്തരം രോഗങ്ങളിലേക്ക് നയിക്കുന്നു. നാം തന്നെ നമ്മുടെ വിധി തിരഞ്ഞെടുക്കുകയാണ്. നമുക്ക് ദൈവത്തെ കുറ്റം പറയുവാൻ സാധ്യമല്ല. വീണ്ടും ആവർത്തന പുസ്തകം
28-ാം അധ്യായം അതിന്റെ 58 മുതൽ 61 വരെയുള്ള വേദഭാഗങ്ങളിൽ, ആവർത്തന പുസ്തകം 28-ന്റെ 58 മുതൽ 61 വരെയുള്ള വേദഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും കേട്ടനുസരിച്ച് നടക്കാൻ ഞാൻ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിസ്രയീമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും. അവൻ നിന്നെ പറ്റിപ്പിടിക്കും. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നത്: ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. എന്ന് മനസ്സിലായി? നാം ദൈവിക പ്രമാണങ്ങളോട് കൂറില്ലാത്തവരായാൽ, ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളെ അനുസരിക്കാത്തവരായിട്ട് മാറിയാൽ അത് നമ്മെ പകർച്ചവ്യാധികളിലേക്കും മറ്റ് രോഗങ്ങളിലേക്കും നയിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കും. അത്തരം രോഗങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒന്നാണ് കൊറോണ. നമ്മൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 61-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചത്: ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത ചില രോഗങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണ് കൊറോണ. എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകളുടെ ലംഘനം നമ്മെ പകർച്ചവ്യാധികളിലേക്ക് നയിക്കും. നമുക്കറിയാം, ആധുനിക മനുഷ്യന്റെ വസ്ത്രധാരണവും ഭക്ഷണ രീതികളും ഒക്കെ ഇന്ന് തിരുവചനത്തിന് വിരുദ്ധമായതായിട്ട് മാറിയിരിക്കുകയാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ദൈവവചനവുമായിട്ട് ബന്ധമില്ലാത്ത ജീവിതം നയിക്കുന്ന മനുഷ്യൻ, ദൈവം തന്റെ വചനത്തെ കൃത്യമായിട്ട് തിരുവചനത്തിലൂടെ നമ്മോട് അറിയിച്ചിട്ടും ഇത് ശരിക്കും വായിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ, അഥവാ മനസ്സിലാക്കിയിട്ടും അത് അനുസരിക്കാതെ നാം വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നാം അനുവർത്തിക്കേണ്ട ഭക്ഷണ രീതികളെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെല്ലാം ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം, ഏതെല്ലാം മൃഗങ്ങളെ ഭക്ഷിക്കാൻ പാടില്ല, അതെങ്ങനെ ഭക്ഷിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനം വരച്ചു കാട്ടിയിട്ടും ഇന്ന് നമ്മുടെ ഭക്ഷണശീലങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് മാറിയിരിക്കുകയാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണശീലങ്ങൾക്ക് വിരുദ്ധമായിട്ട് പാറ്റയും പല്ലിയും പഴുതാരയും എലിയും പാമ്പും നരിച്ചീറും വവ്വാലും ഈനാമ്പേച്ചിയും ഒക്കെ നമ്മുടെ തീന്മേശകളിലേക്ക് എത്തുകയാണ്. ഇവയൊക്കെ മനുഷ്യൻ പകുതി വേവിച്ചും പുഴുങ്ങിയും ഒക്കെ ആഹരിക്കുമ്പോൾ ഇവയുടെ ദഹനേന്ദ്രിയ വ്യൂഹങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കൊറോണ പോലുള്ള വൈറസുകൾ മനുഷ്യരിലേക്ക് പകരുന്നു. അങ്ങനെ മനുഷ്യരിൽ നിന്നും അത് ആയിരക്കണക്കിന് ആളുകളിലേക്ക്, ജനകോടികളിലേക്ക് പകരുന്നു. അങ്ങനെ കൊറോണ പോലുള്ള മഹാവ്യാധികൾ സമൂഹത്തെ ബാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കൊറോണ പോലുള്ള മഹാവ്യാധികൾ സമൂഹത്തെ ബാധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കൊറോണ എന്ന മഹാവ്യാധി ഇന്ന് ലോകത്തെ ഗ്രസിച്ചിരിക്കുന്നത്? തിരുവചന പ്രകാരം അതിന്റെ ഒന്നാമത്തെ ഉത്തരം ദൈവകൽപ്പനകളുടെ ലംഘനമാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന സകല കൽപ്പനകളും കേട്ടനുസരിച്ചു നടക്കാൻ ഞാൻ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളെ വരുത്തുമെന്ന ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ദൈവകൽപ്പന എന്ന് കേൾക്കുമ്പോൾ കലിതുള്ളുന്നവരുണ്ട്, അത് മാറിപ്പോയെന്ന് പറയുന്നവരുണ്ട്, അതിനെ രണ്ടായിട്ട് കർത്താവ് ചുരുക്കിയത് കൊണ്ട് നാം 10 കൽപ്പന അനുസരിക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിൽ ദൈവകൽപ്പനകളെ അവഹേളിക്കുന്ന മനുഷ്യരോട് പറയട്ടെ, നാം പ്രമാണത്തിന് പുറത്തിരിഞ്ഞു നിന്നാൽ അത് നമ്മെ പകർച്ചവ്യാധികളിലേക്ക് നയിക്കുന്നു എന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മോട് പറയും. അപ്പോൾ കൊറോണ എന്ന മഹാവ്യാധിക്കുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ കണ്ടോ, ദൈവകൽപ്പനകളുടെ ലംഘനം. ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് കൊറോണ പോലുള്ള മഹാവ്യാധികൾ ഈ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന മഹാവ്യാധികൾ ഉണ്ടാകുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു: വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ആകാശത്തിൽ ഭയങ്കര കാഴ്ചകളും മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. അപ്പൊ തിരുവചനം ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ സുപ്രധാനമായിട്ടുള്ള അടയാളമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, മഹാവ്യാധികൾ ഉണ്ടാകും.
എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യാധിയല്ല മഹാവ്യാധി. ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന മഹാവ്യാധി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിന്റെ സുപ്രധാനമായിട്ടുള്ള അടയാളമാണ് ഈ കൊറോണ വൈറസ് മൂലമുള്ള പകർച്ചവ്യാധി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ സുപ്രധാനമായ അടയാളങ്ങളെ കുറിച്ച് ചോദിച്ച ശിഷ്യന്മാരോട് യേശു കർത്താവ് കൊടുത്ത മറുപടി വളരെ വ്യക്തമാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ സുപ്രധാനമായിട്ടുള്ള ധാരാളം അടയാളങ്ങളെ കുറിച്ച് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 14 വരെ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ ജനിക്കണമെന്നും അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്നും അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും ഉണ്ടാകും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം കൊല്ലുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ സുപ്രധാനമായിട്ടുള്ള അടയാളങ്ങളെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 3 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ധാരാളം അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളോട് ചേർന്ന് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നു, മഹാവ്യാധികൾ ഉണ്ടാകും. അപ്പൊ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു അടയാളമാണ് മഹാവ്യാധി. ഇന്ന് കൊറോണ എന്ന മഹാവ്യാധി ലോകത്തെ ബാധിച്ചിരിക്കുമ്പോൾ എത്ര പേർ തിരിച്ചറിയും നമ്മുടെ കർത്താവിന്റെ വരവടുക്കലാണ്? ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കൾ എന്താ ചിന്തിക്കണം? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. പ്രിയമുള്ളവരെ, ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ തിരുവചനത്തിലെ സാദൃശ്യം പറഞ്ഞിരിക്കണം, അത്തിയെ നോക്കി ഉപമ പഠിപ്പാൻ. അത്തിയുടെ കൊമ്പ് ഇളതായി അതിന്റെ ഇല തളിർക്കുമ്പോൾ ആളുകൾക്കറിയാം വേനൽ വരാൻ പോകുന്നു എന്ന്. അതുപോലെ ഇങ്ങനെയുള്ള അടയാളങ്ങൾ നമ്മൾ കാണുമ്പോൾ ചിന്തിക്കുക, യേശു കർത്താവിന്റെ വരവടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കൊറോണ എന്ന മഹാവ്യാധിയുടെ രണ്ടാമത്തെ കാരണം തിരുവചനം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ വരവടുക്ക് വാതിൽക്കലാണ്. ഒന്നാമത്തെ കാരണം എന്താണ്? ദൈവകൽപ്പനകളുടെ നഗ്നമായ ലംഘനമാണ് ഈ മഹാവ്യാധിയുടെ ഒന്നാമത്തെ കാരണം. വീണ്ടും നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഈ മഹാവ്യാധിയെ മറികടക്കാം? ഇന്ന് ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ സർക്കാരും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ മാരക വിപത്തിനെ മറികടക്കാമെന്നാണ്. തിരുവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ വേദപുസ്തകത്തില് പുറപ്പാട് പുസ്തകം അതിന്റെ 15-ാം അധ്യായം 26-ാമത്തെ വാക്യത്തില് പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് 15:26, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, തിരുവചനം എത്ര കൃത്യമാണ്. എങ്ങനെ നമുക്കിതിനെ മറികടക്കാം? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും അനുസരിക്കുകയും അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ
ഞാൻ ഈ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എങ്ങനെ ഈ വ്യാധിയെ മറികടക്കാം? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം പ്രസ്താവിക്കുന്ന ദൈവിക പ്രമാണങ്ങളെ കൃത്യമായിട്ട് അനുസരിക്കണം. അത് മാറിപ്പോയി, അത് വീങ്ങിപ്പോയി, കർത്താവ് കുരിശിൽ തറച്ചു, നമുക്ക് 2 പുതിയത് തന്നിട്ടുണ്ട്, അത് മതി, നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാം, കൃപയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തെ തെറ്റിക്കുന്ന മനുഷ്യരോട് പറയട്ടെ, നീ ദൈവത്തിന്റെ 10 കൽപ്പന ഉൾപ്പെടെയുള്ള സകല പ്രമാണങ്ങളും അനുസരിച്ചാൽ ഈ വ്യാധി ലോകത്തെ വിട്ടുമാറുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം പറയും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, അവൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. എത്ര കൃത്രിമ വചനം പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ എന്ന് പറഞ്ഞാൽ വേറെ ആരെ സേവിക്കാൻ പോകരുത്, ഏക സത്യ ദൈവമായ നമ്മുടെ ദൈവത്തെ വേണം ആരാധിക്കുവാനായിട്ട്. അങ്ങനെയായാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, അവൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. അപ്പൊ ചോദ്യം, എങ്ങനെയാണ് നാം ദൈവത്തെ സേവിക്കേണ്ടത്? എങ്ങനെയാണ് ദൈവത്തെ സേവിക്കേണ്ടത്? ആവർത്തന പുസ്തകം 10-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ആവർത്തനം 10, 12, 13 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സേവിക്കുകയും, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇത് നിന്നോട് ആജ്ഞാപിക്കുന്നവന്റെ സകല കൽപ്പനകളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എങ്ങനെയാ നമുക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയുന്നത്? ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടണം, അവന്റെ എല്ലാ വഴികളിലും നടക്കണം, നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കണം, അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കണം. തന്നെയുമല്ല അവന്റെ സകല കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും ചെയ്താൽ നമുക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മുടെ അപ്പത്തെയും വെള്ളത്തെ അനുഗ്രഹിക്കും, രോഗങ്ങളെ നീക്കിക്കളയുമെന്ന് ദൈവത്തിന്റെ വചനം പറയും. അപ്പൊ നാം ദൈവിക പ്രമാണങ്ങളെ കൃത്യമായിട്ടും അനുസരിക്കുമ്പോഴാണ് ദൈവത്തെ സേവിക്കുന്നവരായിട്ട് മാറുന്നത്. അങ്ങനെ സേവിക്കുമ്പോൾ നമ്മുടെ അപ്പവും വെള്ളവും അനുഗ്രഹിക്കപ്പെടും, സകല രോഗങ്ങളും നമ്മുടെ നടുവിൽ നിന്ന് മാറിപ്പോകും. ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ പറയട്ടെ, നാം പകർച്ചവ്യാധികളാൽ കഷ്ടപ്പെടുവാൻ, മരിച്ചു പോകുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നാം പ്രമാണങ്ങളെ അനുസരിക്കാത്തത് മുഖാന്തരം നാം അനുസരിക്കാത്തവർക്ക് വെച്ചിരിക്കുന്ന ശാപങ്ങൾ ഇരന്നു വാങ്ങുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ജീവിക്കാനായിട്ടാണ്. പക്ഷെ നമ്മൾ അനുസരണക്കേട് കാണിക്കുന്ന മുഖാന്തരം അനുസരണം കെട്ടവരുടെ മേൽ വരുന്ന ശാപങ്ങൾ രോഗങ്ങളായിട്ട് നമ്മുടെ മേൽ വരുന്നു എന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ 1, കൊറോണ പോലെയുള്ള രോഗങ്ങളുടെ ഒന്നാമത്തെ കാരണം ദൈവകൽപ്പനകളുടെ ലംഘനം. 2, കർത്താവിന്റെ വരവിന്റെ സുപ്രധാനമായ മുന്നറിയിപ്പ്. ഇനി 3, എങ്ങനെ നമുക്കിതിനെ മറികടക്കാം? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച്, വെള്ളക്കാരും ആത്മാവിനാലും ജനിച്ച്, ദൈവകൽപ്പനകളെ പൂർണ്ണമായിട്ട് അനുസരിച്ച് വിശുദ്ധിയുടെ വഴിയിൽ നടക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും, രോഗങ്ങളെ നീക്കിക്കളയുമെന്ന ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ നാളുകളിൽ കൊറോണ മുഖാന്തരം നമ്മൾ വളരെ മാനസിക സംഘർഷത്തിലാണ്. നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, പല പ്രശ്നങ്ങൾ നമ്മെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമ്മളെല്ലാം വളരെ പ്രയാസത്തിലും ദുഃഖത്തിലും ഒക്കെയാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതിന് മറുവശം ചിന്തിക്കുമ്പോൾ ഈ കൊറോണ വ്യാധി മുഖാന്തരം ചില അനുഗ്രഹങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മളിതിന്റെ അനുഗ്രഹങ്ങൾ കൂടെ കാണാതെ പോകരുത്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം അനുഗ്രഹങ്ങളാ നമുക്കുണ്ടായിട്ടുള്ളത്? ഞാൻ എൻ്റെ മനസ്സിലൂടെ ചിന്തിച്ചപ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ ഇത് മുഖാന്തരം ഈ നാടുകളിൽ നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ട്, നമ്മുടെ രാഷ്ട്രം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്, ഒക്കെ ശരിയാണ്. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിലും നമുക്കുണ്ടായ ചില അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഒന്നാമതായിട്ട് പറയട്ടെ, മനുഷ്യനൊരു ചിന്തയുണ്ടായിരുന്നു, പണമാണ് എല്ലാറ്റിനേക്കാളും വലിയത്. അത് നേടുവാൻ എന്ത് കുടില തന്ത്രങ്ങളും എന്ത് വളഞ്ഞ വഴികളും ചെയ്യുന്നതും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യൻ, അവൻ ഇന്ന് പണമല്ല ഏറ്റവും വലുതെന്ന ചിന്ത ഉണ്ടാകുവാൻ ഈ രോഗബാധ കാരണമായിട്ടെത്തും.
ഞാൻ പറഞ്ഞ മനസ്സിലായോ? പണമാണ് വലുതെന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യന് പണമല്ല വലുത്, പിന്നെയോ അതിനേക്കാൾ വലിയ ജീവിത മൂല്യങ്ങൾ ഉണ്ടെന്ന് ഈ നാളുകളിൽ ഈ മഹാവ്യാധി നമ്മെ പഠിപ്പിച്ചു. ഇനി രണ്ടാമതായിട്ട് പറയട്ടെ, ഈ കൊറോണ മുഖാന്തരം നമുക്കുണ്ടായ രണ്ടാമത്തെ അനുഗ്രഹം, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആശുപത്രികളൊക്കെ കയറി ഇറങ്ങിയിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള രോഗികൾ ഇന്ന് കാണാനില്ല. രോഗികളെ അവരെവിടെ പോയി? നിസ്സാര രോഗങ്ങൾക്ക് ആശുപത്രികൾ സന്ദർശിക്കരുതെന്ന് സർക്കാരിന്റെ കർശനമായ ഉത്തരവുള്ളത് കൊണ്ട് മറ്റ് നിർവാഹമില്ലാത്തതിനാൽ ഭവനങ്ങളിൽ ഇരുന്ന് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടുവാനായിട്ട് പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ രണ്ടാമത്തെ ഗുണം എന്താണ്? കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടുവാനായിട്ട് ഈ മഹാവ്യാധി നമുക്ക് അനുഗ്രഹമായിട്ട് അനുഗ്രഹങ്ങൾ കാണാതെ പോകരുത്. മൂന്നാമതായിട്ട് പറയട്ടെ, കല്യാണം, ശവമടക്ക്, ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള പരിപാടികളൊക്കെ ഇത്രയും കുറഞ്ഞ ചെലവിൽ നടത്താമെന്നുള്ളൊരു വലിയ സത്യം നമുക്ക് മനസ്സിലാകുവാൻ ഈ കൊറോണ മുഖാന്തരം സാധിച്ചു. ശരിയല്ലേ? എത്രയോ കല്യാണങ്ങൾ, എത്രയോ ശവമടക്കൾ ഈ നാളുകളിൽ നടന്നു. ലക്ഷങ്ങൾ പൊടിപിടിക്കേണ്ടി വന്നില്ല, കോടികൾ മുടക്കേണ്ടി വന്നില്ല, ആഡംബര കാറുകളുടെ ആവശ്യമുണ്ടായില്ല. കുറഞ്ഞ ചെലവിൽ ഇതൊക്കെ നടത്തുവാൻ ഈ മഹാവ്യാധി നമ്മെ പഠിപ്പിച്ചു. ഇത് മുഖാന്തരം നമ്മുടെ മൂന്നാമത്തെ ഗുണം. ഇനി നാലാമതായിട്ട് പറയട്ടെ, പലതും എത്തിപ്പിടിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടിയിരുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ, തൊട്ട അയൽപക്കത്തുള്ള അയൽക്കാരൻ ആരാണെന്ന് പോലും തിരിച്ചറിയുവാൻ സമയമില്ലാതിരുന്നവർ ഈ നാളുകളിൽ തങ്ങളുടെ അയൽപക്കത്തുള്ള സ്നേഹിതന്മാർ ആരാണെന്ന് തിരിച്ചറിയുവാൻ ആളുകൾക്ക് സമയമുണ്ടായിരുന്നു. അതാണ് ഈ വ്യാധി മൂലം ഉണ്ടായിട്ടുള്ള നാലാമത്തെ ഗുണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? പലതും നേടുവാൻ ഓടിക്കൊണ്ടിരുന്ന ആധുനിക മനുഷ്യൻ അയൽക്കാരനെ പോലും തിരിച്ചറിയാൻ സാധിക്കാതിരുന്നപ്പോൾ ഈ നാളുകളിൽ ഈ വ്യാധി നമ്മുടെ അയൽക്കാർ ആരൊക്കെയാണെന്ന് കണ്ടെത്തുവാനായിട്ടുള്ള അവസരങ്ങൾ നൽകുവാനായിട്ടിടയായിട്ട്. ഇനി അഞ്ചാമതായിട്ട് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, പണ്ട് കാലത്തുണ്ടായിരുന്ന നമ്മുടെ പിതാക്കന്മാർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക പതിവായിരുന്നു. അപ്പൊ ഈ നാളുകളിൽ ആ പൂർവകാലത്തിന്റെ സ്മരണകളെ ഉണർത്തിക്കൊണ്ട് വീണ്ടും പങ്കുവയ്ക്കലിന്റെ അനുഭവങ്ങൾ ഉണ്ടായി. ഒരു ചക്കയടത്തിയാൽ 4ആയിട്ടും 6ആയിട്ടും കീറി അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്ത് നമ്മൾ പങ്കുവയ്ക്കലിന്റെ നല്ല അനുഭവങ്ങൾ പഠിക്കുവാൻ കൊറോണ നമ്മെ സഹായിച്ചു. അപ്പൊ ഇത് മുഖാന്തരമുണ്ടായ നന്മകളും നമ്മൾ കാണാതിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇനി ആറാമതായിട്ട് ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യം, ആറാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ദൈവം തന്റെ ജനത്തിന് തന്നെ ആരാധിക്കുവാനും സ്വസ്ഥമായിട്ടിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരു ദിവസം നൽകി. അതാണ് ആഴ്ചവട്ടത്തിന്റെ 7ാം ദിവസമാകുന്ന ശനിയാഴ്ചയാകുന്ന വിശുദ്ധ ശബദം. ഇത് പറയുമ്പോൾ അനേക ആളുകളും യാതൊരു സ്വസ്ഥതയുമില്ലാതെ പലതും നേടുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന സ്വസ്ഥതയില്ലാതിരുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ നാളുകളിൽ സ്വസ്ഥത എന്താണെന്ന് തിരിച്ചറിയുവാനും തങ്ങളുടെ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായിരുന്ന ദൈവത്തെ ആരാധിക്കുവാനും അവസരമുണ്ടായി. ഇതാണ് ആറാമത്തെ ഗുണം. ദൈവത്തിന് സ്തോത്രം. ഇനി ഏഴാമതായിട്ട് ചിന്തിക്കുക, അതിപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേൾക്കുക. ലോകരാഷ്ട്രങ്ങളെ കിടുകിട വിറപ്പിച്ച, അനേക പടയോട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അനേക ലോകരാഷ്ട്രങ്ങളെ തന്റെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ ജീവിതാവസാനത്തിൽ 32ാമത്തെ വയസ്സിൽ കേവലം ഒരു ചെറിയ കൊതുക് കുത്തി ജ്വരം ബാധിച്ച് മരിച്ചു എന്ന ചരിത്രം പറയുമ്പോൾ ആധുനിക മനുഷ്യൻ ലോകരാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ ഈ ഭൂമിയെ തന്നെ പല മടങ്ങ് ചുട്ടുകരിച്ച് ചാമ്പലാക്കുവാൻ പോകുന്ന അണുവായുധങ്ങൾ തങ്ങളുടെ ആയുധപ്പുരകളിൽ കൂട്ടിവെച്ചിരിക്കുന്ന ആധുനിക മനുഷ്യൻ കൊറോണ എന്ന നിസാരപ്പെട്ട ഒരു വൈറസിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, ഒരു ചെറിയ കൊതുകിനോ ഒരു വൈറസിനോ മുമ്പില് നാം എത്ര നിസ്സാരന്മാരാണെന്ന് തിരിച്ചറിയുവാൻ ഈ കൊറോണ എന്ന മഹാവ്യാധി നമ്മെ സഹായിച്ചു. ലോകരാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്തുവാൻ മതിയായ ആയുധങ്ങൾ നമ്മുടെ ആയുധപ്പുരകളിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ യാമനാഴിയിലെ ആയുധങ്ങളോട് കിടപിടിക്കുവാൻ ദൈവം അയക്കുന്ന ഒരു ചെറിയ കൊതുകിനെയോ ഒരു ചെറിയ വൈറസിനെയോ തോൽപ്പിക്കുവാൻ മനുഷ്യന് സാധിക്കത്തില്ല എന്നുള്ള പരമാർത്ഥം നാം നിസ്സഹായരാണെന്നുള്ള വലിയ സത്യം തിരിച്ചറിയുവാൻ കൊറോണ നമ്മെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ദിവസത്തിൽ നാം സ്വസ്ഥമായിരുന്ന് ചിന്തിക്കുക, നാം എവിടെയാണ്? ദൈവത്തിന്റെ വചനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? എത്രയോ ദിവസങ്ങളായി നാം വീടുകളിൽ ചുമ്മാതിരിക്കുകയാണ്. TV കണ്ടും സീരിയൽ കണ്ടും സിനിമകൾ കണ്ടും ചാനലുകൾ മാറി മാറി കണ്ട് നാം നമ്മുടെ സമയം മെനക്കെടുത്തുകയാണെങ്കിൽ ചിന്തിക്കുക, ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട സമയമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം പഠിക്കുവാൻ, ഈ തിരുവചനത്തെ പരിശോധിക്കുവാൻ. ഈ വിപത്തിന്റെ നടുവിൽ ചിന്തിക്കുക, എന്തുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുവാൻ ഈ പ്രസംഗം നിങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ. കൂടുതലായിട്ട് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ഇടയായി തീരട്ടെ. നമ്മൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ചിന്തിച്ചു. 1, കൊറോണയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. 1, ദൈവകൽപ്പനകളുടെ ലംഘനം മാരക രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കും. 2, കർത്താവിന്റെ വരവിന്റെ സുപ്രധാനമായ മുന്നറിയിപ്പാണ് ആഗോള വ്യാപകമായി വ്യാപിച്ചിരിക്കുന്ന ഈ മഹാവ്യാധി. 3, ഇതിനെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം അനുസരിക്കണം. 4, ഈ പ്രതികൂലത്തിന്റെ നടുവിലും ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെ കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ എത്ര പേർ തങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും? കർത്താവേ, ഈ നാളുകളിൽ അവിടുത്തെ വചനം പഠിക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നിൽ അധിക സമയങ്ങൾ ശേഷിച്ചിട്ടില്ല. നമുക്ക് മുന്നിൽ അധിക സമയം ലഭിച്ചെന്ന് വരത്തില്ല. ഇന്ന് തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിനായിട്ട് കൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുക. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. ദൈവത്തിന്റെ 10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ള എല്ലാ കൽപ്പനകളും പ്രമാണങ്ങളും നാം അനുസരിക്കുക. വിശുദ്ധിയിൽ ജീവിക്കുവാൻ നല്ല തീരുമാനമെടുത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ കേരള സംസ്ഥാനത്തെ അനുഗ്രഹിക്കും, ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിക്കും, ലോകരാഷ്ട്രങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. യേശുവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ നാളുകളിൽ നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും കൂടെ ആയിരിക്കാൻ ദൈവമായി കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു വിശുദ്ധ ദിവസത്തെ നൽകി ദൈവം മാനിക്കട്ടെ. തുടർന്നുള്ള വിശുദ്ധ ദിവസത്തിന്റെ മണിക്കൂറുകളിലും വിശുദ്ധിയോടെ ദൈവവചനം പഠിക്കുവാൻ സമയം ചെലവഴിക്കുക. എല്ലാ വിധം മാനവും മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹപ്രദമായ നല്ലൊരു ദൂത് കേൾക്കുവാൻ ദൈവം അനുഗ്രഹിച്ച് ദൈവത്തോട് നന്ദി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ വചനം സംസാരിച്ച ദാസനെയും ദാസന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരാധനയുടെ അവസാനമായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിലെ 427 പാട്ട് പാടാം. നിന്നെ
സമയം നമ്മൾ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ നല്ല സ്വർഗ്ഗപിതാവാം ദൈവമേ കർത്താവേ, സ്തോത്രം സ്തോത്രം. നല്ലൊരു ശബ്ദത്തിൽ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, തിരുവചനം സംസാരിച്ച ദാസനെ നിന്റെ തിരുനാമം സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിന്റെ എമ്പാടും നടക്കുന്ന ഈ രോഗത്തിലെ അവിടുന്ന് വിടുതൽ കൊടുക്കുവാൻ കർത്താവെ നിന്റെ വചനത്തിനല്ലാതെ മറ്റൊരു ശക്തിയും സാധിക്കുമില്ലെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവമേ, അവിടുന്ന് മേഘാരുടനെ വരുമ്പോൾ കർത്താവെ നിന്റെ സന്നിധി അടികളെ കാണുവാൻ കർത്താവെ ഞങ്ങളെ ഒരു ഒഴുകിനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇപ്പൊ ആരാധനയിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, നല്ല ശബ്ദത്തോടെ കാണുവാൻ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവമേ, അവിടുന്ന് വീണ്ടും മേഘാരുടനെ പകർന്നു വരുമ്പോൾ ആ പ്രതീക്ഷ ഞങ്ങളെ കാണാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി കർത്താവെ നീതി സന്നിധി തന്നെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. ഞങ്ങൾ സമർപ്പണം കേട്ട് കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോകത്തിലെ അനേകരായിരങ്ങൾ കർത്താവെ ദൈവത്തിന്റെ ദൈവസംബന്ധമായ കാര്യങ്ങളിൽ കർത്താവ് ഈ ലോകത്തിന്റെ ആവശ്യമനുസരിച്ച് ദൈവം അനേകരും കർത്താവെ ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയും നടുവിലൊക്കെയും കർത്താവെ സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കായി കർത്താവെ തന്നുകൊണ്ടെന്ന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ അവരെല്ലാം അനുഗ്രഹിക്കുന്നതിനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കേരളത്തിലെ എല്ലാ വ്യക്തികളെയും അത് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും കൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. അവർക്കെല്ലാം ആയുസ്സും ആരോഗ്യം കൊടുക്കുന്നതിനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വേഗം യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ പൊന്നുപിതാവാം ദൈവമേ, ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സർവദോഷവും വിടുവിക്കുമാറാകണമേ. എന്നോട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സവാസവും കർത്താവെ അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകത്തിന്റെ നാനാഭാഗത്തും രോഗത്തിന്റെ അവസ്ഥയിൽ ഭാരപ്പെടുന്ന അടികളുടെ എല്ലാ സഹോദര വർഗത്തോടും തുടർന്നുള്ള അടികളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കർത്താവെ അവിടുത്തെ അനുഗ്രഹവും കൃപയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അനുഗ്രഹത്തോടെ ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും തുടർന്നും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ധൈര്യം സമാഹരിച്ചുകൊണ്ട് ബലത്തോടെ, ശക്തിയോടെ, പുതുക്കത്തോടെ നാളേക്ക് വേണ്ടി നോക്കി പാർക്കുവാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ.